ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഡ്യൂട്ടി കഴിഞ്ഞ് വിശന്ന് വലഞ്ഞപ്പോൾ വീട്ടിലെത്തി ചോറ് കഴിക്കാമെന്ന് വെച്ചിട്ട് അടുക്കള കയറിയപ്പോഴാണ് ഗായ്സ് ഞാൻ ഞെട്ടിക്കുന്ന സത്യം തിരിച്ചറിഞ്ഞത്. രാവിലെ കറി വയ്ക്കാൻ വേണ്ടി ഫ്രിഡ്ജിൽ നിന്ന് വെളിയിലെടുത്ത് വെച്ച് ചിക്കൻ ഇപ്പോഴും അതേപടി ഇരിക്കുകയാണ്. മടി കൂടുതലായതുകൊണ്ട് ഞാൻ കറി വയ്ക്കാതെ പോയതാണിത്. അപ്പം ഞാൻ കറി വെച്ചില്ലെങ്കിൽ ആര് കറി വയ്ക്കാനാണ് ഇവിടെ? അതുകൊണ്ട് ഇതിനി കറി വെച്ച് വെച്ചിട്ട് വേണം എനിക്ക് ഫുഡ് കഴിക്കാൻ. കളഞ്ഞു കിട്ടിയ കിളിക്കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ പോലും ഞാൻ അറിഞ്ഞില്ല ഗായ്സ് ഇത് ഇവിടെ ഇരിക്കുകയാണെന്നുള്ള കാര്യം. വിശപ്പിൻ്റെ വിളി വന്നപ്പോഴാണ് അറിഞ്ഞത് ചിക്കനായി തന്നെ അവിടെ ഇരിപ്പുണ്ട്, കറി ഇനി വെച്ചേ പറ്റുള്ളൂ എന്ന്. അപ്പോൾ ഗൈസ് എത്ര പെട്ടെന്ന് എങ്ങനെ ഇതിന് കറി വെക്കണമെന്ന് ആലോചിച്ചപ്പോഴാണ് ഗൈസ് മടിയുള്ളവർക്കും മടിയില്ലാത്തവർക്കും കുക്കിംഗ് ആദ്യമായി ചെയ്യാൻ പോകുന്നവർക്കും എല്ലാവർക്കും പരീക്ഷിക്കാൻ പറ്റിയ ഒരു റെസിപ്പി ഞാൻ പരീക്ഷിക്കാമെന്ന് വിചാരിച്ചത്. നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും, മടിയുള്ളവരൊക്കെ ഇതൊക്കെ ചെയ്ത് നോക്കിയിട്ടുള്ളവരായിരിക്കാം. എന്തായാലും ഞാനിപ്പോൾ ഇത് ചെയ്യാൻ പോവാണ് ഗൈസ്. അപ്പോൾ ഈ ചിക്കനെ ഞാൻ കഷ്ണമാക്കി വെച്ചിട്ട് വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. കാരണം ഒട്ടും സമയമില്ല ഗൈസ്, അതുകൊണ്ട് പെട്ടെന്ന് കാണിച്ചു തരാമേ. അപ്പോൾ ഗൈസ് മുഴുവനേ ഇരുന്ന ചിക്കനെ ഞാനിങ്ങനെ പീസാക്കി കട്ട് ചെയ്ത് വൃത്തിയാക്കി കഴുകി വെച്ചിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളിലേക്ക് പോവാം. നമുക്ക് ഈസി ആയിട്ട് ചിക്കൻ കറി വെക്കാൻ പറ്റിയ സാധനങ്ങളാണ് ഇത്. യൂഷ്വലി നമ്മൾ ചേർക്കുന്ന സാധനങ്ങളൊക്കെ തന്നെ, പക്ഷേ ഇതിങ്ങനെ അരിഞ്ഞു വെച്ചിരിക്കുന്ന കാണുമ്പോൾ ചിലരെങ്കിലും തോന്നും ഇതെന്താ ഇവിടെ ഇങ്ങനെ അരിഞ്ഞു വെച്ചിരിക്കുന്നതെന്ന്. അതുകൊണ്ടാണ് നമ്മുടെ കറിയുടെ പേര് ഈസി ചിക്കൻ റെസിപ്പി എന്ന് വന്നത്. സവാള 2 എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, 2 തക്കാളി, എല്ലാം രണ്ടെണ്ണം എടുത്തിരിക്കുന്നത്. വെളുത്തുള്ളി ഇഞ്ചി മാത്രം നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് ആവശ്യത്തിന് ചിക്കൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് എടുക്കുക. പച്ചമുളക് എരി അനുസരിച്ച് എടുക്കുക. എനിക്കൊരു കുഞ്ഞുള്ള കാരണം പച്ചമുളക് ഒരുപാട് എരി ഇടണ്ട എന്ന് വെച്ചിട്ടാണ് 2 പച്ചമുളക് ഇട്ട്. ഇനിയിപ്പോൾ കുരുമുളകും മുളക് പൊടിയൊക്കെ വരുമല്ലോ കൂടെ. പിന്നെ കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്. ഇനി ഒരു സാധനം ഞാൻ കാണിച്ചു തരാം. ഒരു പ്രവാസിയുടെ അടുക്കളത്തോട്ടത്തിലേക്ക് നമുക്ക് പോകാം. പ്രവാസിയുടെ അടുക്കളത്തോട്ടം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരുപാടൊന്നും പ്രതീക്ഷിക്കരുത്. ഒട്ടുമിക്കൽ പ്രവാസികളുടെയും വീട്ടിൽ കാണുന്ന അത്യാവശ്യ സാധനങ്ങളൊക്കെ തന്നെയുള്ളൂ ഇവിടെ. ഒരു കുഞ്ഞുള്ളത് കൊണ്ട് അത്യാവശ്യമാണ് പനിക്കൂർക്ക. പനിക്കൂർക്കയുണ്ട്, നമുക്ക് കുറച്ച് പുതിനയുണ്ട്, പിന്നെ സൗന്ദര്യ സംരക്ഷണത്തിന് വേണ്ടി കുറച്ച് കറ്റാർവാഴയുണ്ട്. അപ്പോൾ നമ്മുടെ പുതിനത്തോട്ടത്തിൽ നിന്നും നമുക്ക് കുറച്ച് പുതിന പറിക്കാം. ഇത്രയും പുതിന ഞാൻ പറിച്ചിട്ടുണ്ട്. ഇനി ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. പിടിച്ച് ധൃതിക്ക് ചെയ്യുമ്പോഴാണ് ഗായ്സ് നമ്മുടെ കുഞ്ഞു മൈനയുടെ കരച്ചിൽ കേട്ടത്. അപ്പോൾ ഇച്ചിരി ഫീഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. പാവം അമ്മയാണെന്ന് കരുതിയാണ് കേട്ടോ. പാവം അതിൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഞാൻ എടുത്തിട്ട് വന്നതാണ് ഗായ്സ്. അപ്പോൾ അതിത്രയും മതി, കുറച്ച് കുഞ്ഞു ആവയല്ലേ, അപ്പം നമുക്ക് കുറച്ച് ഫീഡ് ചെയ്താൽ മതി. അപ്പോൾ അവിടെ ഇരിക്കട്ടോ. അപ്പോൾ ഇനി നമ്മൾ അടുത്തത്, ഇതൊന്നും ഞാൻ വഴറ്റുന്ന പ്രശ്നമേ ഇല്ല, അതിനുള്ള സമയമില്ലാത്തത് കൊണ്ട് ഞാൻ ഇതെല്ലാ സാധനങ്ങളും കൂടി ഒരുമിച്ച് മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ട് വരാമേ. അപ്പോൾ ഗായ്സ് ഞാനിതെല്ലാം കൂടി അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ കറി വയ്ക്കാൻ തുടങ്ങാം. ഇനി ചട്ടി വെച്ച് കൊടുക്കാം. ഗ്യാസ് കത്തിക്കുന്ന കാര്യം പറഞ്ഞു, പക്ഷേ വീഡിയോ ഞാൻ ഓണാക്കാൻ വിട്ടുപോയി ഗായ്സ്. അപ്പോൾ ചട്ടി വെച്ചു. ചട്ടി ഒന്ന് ചൂടായി വെള്ളമൊക്കെ വറ്റി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ചട്ടി ചൂടായി ഗായ്സ്, നല്ല പുക വരുന്നതിന് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം. എന്തെങ്കിലുമൊക്കെ തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ വിശപ്പിൻ്റെ വിളി കൊണ്ടാണെന്ന് മാത്രം വിചാരിച്ച് നിങ്ങൾ അവിടെ ഒക്കെ പൂരിപ്പിച്ചോളുക, വിട്ടുപോയ ഭാഗങ്ങളൊക്കെ. മടിയുടെ കാര്യം പൊതുവേ ഞാൻ ആദ്യമേ പറഞ്ഞതുകൊണ്ട് എടുക്കാനുള്ള എളുപ്പത്തിന് ഇങ്ങനൊരു ബോക്സിൽ ഞാൻ എല്ലാ മസാലക്കൂട്ടുകളും കൂടെ ഒരുമിച്ചിട്ട് വെച്ചേക്കാണ്. ഇതിൽ നിന്ന് കുറച്ച് ഏലക്കയും കറുവപ്പട്ടയും ഈ സ്റ്റാറും ഗ്രാമ്പും ഈ ഇലയൊക്കെ കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചൂടായ എണ്ണയിലൊക്കെ നമുക്ക് ഏലക്ക സ്റ്റാർ ഇട്ട് കൊടുക്കാം, ചെറിയ കഷ്ണം കറുവപ്പട്ട ഇട്ട് കൊടുക്കാം, ഒരു 2 കഷ്ണം നമുക്ക് ഗ്രാമ്പു ചേർത്ത് കൊടുക്കാം, പിന്നെ നമുക്ക് ഈ ഒരു ഇലയും കൂടെ ചേർത്ത് കൊടുക്കാം. മസാല ഒക്കെ ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ വാരി ചേർക്കാൻ. നമുക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ വെള്ളമെല്ലാം വറ്റി വരുന്നവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിൽ ക്യാഷ് നട്ട്സൊക്കെ അരച്ച് ചേർക്കാം കേട്ടോ, ഒന്നും കൂടി ടേസ്റ്റ് ആയിരിക്കും. ഞാനിപ്പോൾ എൻ്റെ അടുത്ത് ഇല്ലാത്ത കാരണം ഞാനതൊന്നും അരച്ചിട്ടില്ല. അതങ്ങനെ നല്ലതായിട്ട് തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അയ്യോ കയ്യിലൊക്കെ തെറിച്ച് വീഴുന്നുണ്ട്. പിങ്ക് സോൾട്ട് ആട്ടോ അവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു. വിശപ്പൊരു രക്ഷയില്ല ഗായ്സ്, വിശപ്പിൻ്റെ വിളി ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. ഈസിയാണെന്ന് പറഞ്ഞിട്ട് ഇതിനി എപ്പോൾ ആവോ എന്തോ. എണ്ണയുടെ തൊട്ട് പുറകിൽ ഇടാനിരുന്ന സാധനമാണ് ഗൈസ് ഇത്, ബട്ടർ. പക്ഷെ അപ്പം മറന്നുപോയി. അപ്പം ഞാൻ ഇപ്പം ചേർക്കാണ്.
ഇതൊക്കെ ഓപ്ഷണലാട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഞാൻ പിന്നെ കഴിക്കുന്നവർ കുറ്റം പറയുമ്പോൾ നമുക്ക് പറയാമല്ലോ ഇത് എന്ത് ചിക്കനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ബട്ടർ ചിക്കനാന്ന് പറയാമല്ലോ പേരിന്, ഒരു രസത്തിന്. അതുകൊണ്ട് മാത്രം ബട്ടർ ഇടുന്നു. ബട്ടറിൻ്റെ ടേസ്റ്റ് കുറച്ച് ഇഷ്ടമുള്ളത് കൊണ്ട് ഞാൻ എന്ത് കറികൾ ഉണ്ടാക്കിയാലും മാക്സിമം ബട്ടറൊക്കെ ആഡ് ചെയ്യാറുണ്ട്. അതൊക്കെ ഒന്ന് നല്ലതായിട്ട് നായി വരുമ്പോൾ നമുക്ക് പൊടി ഇട്ട് കൊടുക്കണം. ഇതെല്ലാം നായി വന്നിട്ടുണ്ട്. നമുക്കിനി കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതൊന്ന് ഇളക്കാം. അത് കഴിഞ്ഞിട്ട് ഒരു 2 സ്പൂൺ മുളക് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്, അതുകൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. എരിവനുസരിച്ച് ആവശ്യമുള്ള അനുസരിച്ച് നിങ്ങൾ എടുത്തോണം കേട്ടോ. അത് നമുക്കൊന്ന് ഇളക്കി വഴറ്റി കൊടുക്കാം. ഇനി നമ്മൾ കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. അതൊരു 1.5 സ്പൂൺ എടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് മസാലപ്പൊടി, ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇനി അതെല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം നമുക്ക്. അപ്പം നമ്മുടെ പരിപാടികളൊക്കെ കഴിയാറായി ഗായ്സ്. ഇനി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ പീസും കൂടി ഇട്ട് കൊടുത്ത് അടച്ച് വെച്ചിന് തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈസി ചിക്കൻ റെസിപ്പി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ നമ്മുടെ കറിയിലേക്ക്, ഗ്രേവിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഗായ്സ്. ഇതിപ്പോൾ സംഭവം കണ്ടിട്ട് ചിക്കനേക്കാൾ കൂടുതൽ ഗ്രേവിയാണ് ഗൈസ്. എന്താകുമോ എന്തോ ഒരു പിടിയുമില്ല. പിന്നെ എന്തുണ്ടാക്കി കൊടുത്താലും സന്തോഷത്തോടെ, കൊള്ളാമെങ്കിലും കൊള്ളത്തില്ലെങ്കിലും എന്നെ നോക്കി ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെ കഴിക്കുന്നൊരു ഭർത്താവ് എനിക്കുള്ളത് കൊണ്ട് സമാധാനമാണ്. അതുകൊണ്ട് ഇതെന്തായാലും ഞങ്ങളത് കഴിക്കും. കാരണം കളയാൻ പറ്റില്ലല്ലോ. ഞാൻ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കുന്നില്ല. ചിക്കനിനുള്ള വെള്ളം ഇറങ്ങും. ഗ്രേവി തന്നെ കൂടുതലാണ്. ഇനി അതിൻ്റെ കൂടെ വെള്ളം കൂടി ഒഴിച്ച് കൊടുത്താൽ അത് കുളമായി പോകും. പിന്നെ ഇറങ്ങി തപ്പി എടുക്കേണ്ടി വരും ചിക്കൻ്റെ പീസൊക്കെ. അതുകൊണ്ട് ഇതിൽ അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിക്കാം. വെന്ത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഞാനൊരു സാധനം ആഡ് ചെയ്യാൻ വിട്ടുപോയിരുന്നു. ഇപ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. കറിയിൽ അത്യാവശ്യമാണല്ലോ കറിവേപ്പില. മറ്റെന്തൊഴിവാക്കിയാലും കറിവേപ്പില മലയാളിക്ക് മുഖ്യം. അതുകൊണ്ട് നമ്മൾ കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ഒന്നും കൂടി അടച്ച് വെച്ച് നല്ലതായിട്ട് തിളപ്പിക്കാം. കറി ഇങ്ങനെ കുറുകുറാന്നിരിപ്പുണ്ട്. അപ്പോൾ ഗായ്സ്, എൻ്റെ മോൻ വന്നിട്ടുണ്ട്. ഒരു സർപ്രൈസ് കൊടുക്കാമെന്ന് പറഞ്ഞു. ഞാനത് കൊടുക്കാൻ റെഡി. അവൻ കണ്ണടച്ച് നിൽപ്പുണ്ട്. നമുക്കത് അങ്ങനെ കൊടുക്കാം. അച്ഛനും മോനും കൂടി സർപ്രൈസിന് നോക്കി നിൽപ്പുണ്ട്. കണ്ണ് തുറക്കും. ഓപ്പൺ യുവർ ഐസ്. അവൻ ഒരുപാട് സന്തോഷമുള്ള സാധനമാണ് ഗൈസ്. ഇത് ഒരുപാട് ഇഷ്ടമുള്ള കാര്യമാണ്. ആ ഒരു മൈനക്കുഞ്ഞിനെ അവൻ്റെ വക ഫീഡിങ് നടക്കുകയാണ് ഇവിടെ. അയ്യോ പാവം, എൻ്റെ അമ്മ വിഷമിക്കുന്നുണ്ടാവും കണ്ണാ. അപ്പം നമ്മുടെ ചിക്കൻ കറി ഇങ്ങനെ തിളച്ച് മാറുകയാണ് ഗൈസ്. നോക്കട്ടെ ഇതായി, നോക്കട്ടെ. കുറച്ചുകൂടി ആവാനുണ്ട്. വീണ്ടും ഞാൻ അടച്ചു വെച്ചു. നമുക്ക് തീ ഒന്ന് സിം ചെയ്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് വേവട്ടെ. അപ്പോൾ കണ്ണന് കിട്ടിയ സർപ്രൈസിൽ ഒരുപാട് സന്തോഷമായി. സ്കൂളിൽ ടിഫിൻ ബോക്സ് മറന്ന് വെച്ചിട്ട് ഉച്ചക്കത്തെ ഫുഡ് പോലും കഴിക്കാണ്ട് വന്നൊരാളിരിപ്പുണ്ട് ഇവിടെ. ഇതാ, അതുകൊണ്ട് എന്താ, അച്ഛൻ വഴിയിൽ നിന്ന് സാൻഡ്വിച്ചും ജ്യൂസും ഒക്കെ വാങ്ങിക്കൊടുത്തല്ലോ. അപ്പോൾ ഇനി എൻ്റെ ചിക്കൻ കറി കുറച്ച് കഴിയും ഇനി ടേസ്റ്റ് ചെയ്യാം. അതെ, കുഞ്ഞു വാവയാ. ഇവിടെ വെക്ക്. എനിക്കറിയാമായിരുന്നു കൈ കിട്ടുമ്പോൾ ഇതായിരിക്കും അവസ്ഥ എന്ന്. അവിടെ വെക്ക്, അവിടെ വെക്ക്. അതിൽ താഴെ വെക്കുക. അതിന് ചൂട് വേണം. താഴെ വെക്കി. പെതുക്കെ പെതുക്കെ, താഴെ ഇടല്ലേ. പെതുക്കെ 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 വെക്കേ. ഓക്കെ, അടച്ചു വയ്ക്കുക, അടച്ചു വയ്ക്കുക. ശ്വാസം മുട്ടരുത്. പെതുക്കെ. അയ്യോ, അങ്ങനെ അടയ്ക്കാതെ കുറച്ച് ബാക്കിലോട്ട് ഇറക്കി അടച്ചു വയ്ക്കുക. ഓക്കെ ഓക്കെ. അപ്പോൾ ഗൈസ്, നമുക്ക് നമ്മുടെ ചിക്കൻ കറി എന്തായി നോക്കാം. നല്ല വെള്ളമെല്ലാം വറ്റി ആവശ്യത്തിന് കുറുകിയിരിപ്പുണ്ട്. നമുക്കിത് വെന്തോ നോക്കാം. യെസ് ഗൈസ്, വെന്തിട്ടുണ്ട്. ഇതിനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ടേസ്റ്റ് ചെയ്ത് ഗൈസ്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ വെറുതെ പറയുന്നല്ല കേട്ടോ. നിങ്ങൾക്ക് ഇതുപോലൊക്കെ ഉണ്ടാക്കി നിങ്ങൾ നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് പറയണം. അപ്പോൾ ഈസി ആയിട്ടുള്ള റെസിപ്പി, ചിക്കൻ റെസിപ്പി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവരും അല്ലാത്തവരും ചിലപ്പോൾ ഇതൊക്കെ എല്ലാവരും ഉണ്ടാക്കി ട്രൈ ചെയ്താവാം. എന്നാലും ഞാൻ ഉണ്ടാക്കിയപ്പോൾ കാണിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ഭക്ഷണം കഴിക്കട്ടെ. വിശപ്പിൻ്റെ വിളി അതിക്രമിച്ച് കഴിഞ്ഞു ഗൈസ്. എല്ലാവരും ഇതുപോലെ കുറച്ച് ദിവസം ഒന്ന് വിശന്ന് ഇടയ്ക്കെങ്കിലും ഇരിക്കണം. അപ്പോഴേ വിശപ്പിൻ്റെ വിലയൊക്കെ നമ്മൾ അറിയൂ. അപ്പോൾ ഓക്കെ ഗായ്സ്, ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സഹായിക്കുക, സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കുക. നിങ്ങൾ
സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒക്കെ കണ്ട് പ്രോത്സാഹിപ്പിച്ചാൽ മാത്രമേ നമുക്ക് വീണ്ടും വീഡിയോസ് ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ താങ്ക് യു. അപ്പോൾ ഗൈസ് ഞാൻ ബൈ പറഞ്ഞെങ്കിലും വീണ്ടും വന്നു. ഞാൻ ഒരു കുറച്ച് മല്ലിയിലയും പുതിന ഇലയും കൂടെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് വെച്ച് ചുമ്മാ ഒന്ന് അലങ്കരിച്ച് കൊടുക്കാം ഒരു ഭംഗിക്ക് വേണ്ടി. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുന്നതിന് സപ്പോർട്ട് ചെയ്യുന്നതിനനുസരിച്ചിരിക്കും ഇനിയുള്ള ഓരോ ഇതുപോലുള്ള ഈസി റെസിപ്പീസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു ഗൈസ്. ഇടയ്ക്ക് നിങ്ങൾ എൻ്റെ കുഞ്ഞിൻ്റെ സൗണ്ട് കേട്ടിട്ടുണ്ടാവും. അവന് ചെറിയൊരു വ്ളോഗറാണ്. അവൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അവനെ സപ്പോർട്ട് ചെയ്യുക. ബൈ ബൈ.